അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വന്നേക്കുവാണേ. അപ്പോൾ നാളെ കർത്തവാവല്ലേ, അപ്പോൾ രാവിലെ ബലിയിടാൻ പോകണം. പപ്പയ്ക്ക് പോകണം. അതുകൊണ്ട് ഇന്ന് ഒരിക്കലായിരുന്നേ. അതുകൊണ്ട് ഇതുണ്ടോ ഗോതമ്പ് പൊടി, ആട്ടപ്പൊടി കേട്ടോ. ഗോതമ്പ് പൊടി എന്ന് പറഞ്ഞാൽ ആട്ടയുടെ പൊടി, നമ്മുടെ റേഷൻ കടയിൽ ആട്ടയുടെ പൊടിയും തേങ്ങായും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് ഇച്ചിരി ജീരകവും ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അരച്ചതാണ്. അപ്പോൾ അങ്ങനെ അരച്ചൊരു ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ദോശയും ചമ്മന്തിയും കഴിച്ചിട്ട് പപ്പയ്ക്ക് കിടക്കണം. ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് ശകലം ചോറുണ്ട് കേട്ടോ. ഒരിക്കലല്ല, ഇന്നത്തെ ദിവസം ഒരിക്കലാണ്. ഞാനും ഒരിക്കലും നോക്കേണ്ടതായിരുന്നു. എൻ്റെ അച്ഛൻ മരിച്ചിട്ടും 20 വർഷം കഴിഞ്ഞു, 22 വർഷത്തോളമായി കേട്ടോ. പക്ഷേ എനിക്ക് ഈ വർഷം പോയി ബലിയിടാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. എൻ്റെ മുട്ടിന് വേദന, നടുവേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഇന്നത്തെ ദിവസം ഭയങ്കര മഴയായിരുന്നു, മഴയും തണുപ്പും, വേറൊരു കാലാവസ്ഥയാട്ടോ. അപ്പം അങ്ങനെ ഒരു കാലാവസ്ഥ വന്ന കാരണേ തോണത്തിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഭയങ്കര പല അസുഖങ്ങൾ കാരണം അതിരാവിലെ പോകാനോ കുളിക്കാനോ നമ്മുടെ പെരിയാറ്റിലാണ് അമ്പലത്തിൽ നിന്ന് ബലിപ്പരിയൊക്കെ കിട്ടി ബലിയിടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി വെച്ചേക്കുന്നത്. നമ്മുടെ ചപ്പാത്തിനടുത്തൊരു കടവുണ്ട്, ആ കടയിലാണേ. അപ്പോൾ അവിടെ പോയി വെളുപ്പംകാലത്തൊക്കെ നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല, വയ്യ. അപ്പം ഞാനൊന്ന് അമ്പലത്തിൽ പോയി മറ്റു കാര്യങ്ങളൊക്കെ വഴിപാടുകളൊക്കെ നടത്തി പോരാമെന്ന് വിചാരിച്ചു. കാരണം മുട്ട് പറ്റത്തില്ല, നടു പറ്റത്തില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ നന്നായിട്ടുണ്ട്. അത് കാരണം പപ്പയുടെ അമ്മ മരിച്ചു പോയിട്ട് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ, 1 വർഷവും 2 മാസവും ആയുള്ളൂ കേട്ടോ. അപ്പോൾ പപ്പ പോകുന്നുണ്ട്. പപ്പയുടെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി, കൊച്ചിലേ എന്നോ മരിച്ചു പോയതാണ്. അമ്മ കഴിഞ്ഞ വർഷമാണ് മരിച്ചത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങളെല്ലാവരും കൂടെ വർക്കലയിൽ പോയി പപ്പയുടെ അമ്മയുടെ അസ്ഥി കൊടുക്കാനും അവിടെ പോയി ബലിയിടാനൊക്കെ ഞങ്ങൾ വർക്കലയ്ക്ക് പോയായിരുന്നു ഇതേ ദിവസം. ഈ പ്രാവശ്യം അത് പറ്റിയില്ല. അത് കാരണം നമ്മൾ ഇവിടെ പോകാമെന്ന് വിചാരിച്ചു. പപ്പ പോകും, ഞാൻ അമ്പലത്തിലും പോയിട്ട് വരും. അപ്പം ഗോതമ്പ് പൊടിയും തേങ്ങായും ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ദോശയാണോയെന്ന് ചോദിച്ചാൽ അല്ല, അപ്പമാണോയെന്ന് ചോദിച്ചാൽ അല്ല, ഇത് രണ്ടും അല്ല. എന്നാലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ചമ്മന്തി അരക്കണം, തേങ്ങ ചമ്മന്തി അരച്ച് ഇതും കൂടെ ഉണ്ടാക്കി കട്ടൻ ചായയും കൂടി കൊടുക്കാം, പപ്പയ്ക്ക് കൊടുക്കാം. നാളെ രാവിലെ 5 മണിക്ക് 5:05 ആയിട്ട് പോകണമെന്നാണ് പറഞ്ഞത്. ഇവിടെയൊക്കെ ഇന്നത്തെ ദിവസം ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴയും ഭയങ്കര തണുപ്പും, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ എങ്ങനെ എണീറ്റ് പോവുമോ ബലിയിടാനായിട്ട്. രാവിലെ വെള്ളം ചൂടാക്കി കുളിച്ചിട്ട് പോകാൻ പറഞ്ഞിരിപ്പുണ്ട്. കാരണം പച്ചവെള്ളത്തിൽ ഒരു തരത്തിലും കുളിക്കാൻ പറ്റില്ല കേട്ടോ. അതുപോലെ ചൂടും പോട്ടെ, തണുപ്പ്, ഐസ് തണുപ്പ്. അപ്പോൾ ഈ ദോശയും കാരണം ചുട്ട് വെക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞ് ചമ്മന്തി അരച്ച് കടുക് വറുക്കണം. പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റിയില്ല കേട്ടോ. ഈ മാവ് അതിൽ നിന്ന് തന്നെ കോരി ഒഴിച്ചങ്ങ് ചുട്ടാക്കാമെന്ന് വെച്ചു. 4-5 മണ്ടയ്ക്ക് മതി എല്ലാവർക്കും കൂടെ കൂടിയിട്ട്. അപ്പോൾ പിന്നെ ഇനി വേറൊരു പാത്രത്തിലാക്കി ആ പാത്രം കഴുകണം, ഈ പാത്രം കഴുകണം. ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. പിന്നെ ഇത് പുളിപ്പിക്കാനായിട്ട് വെച്ചൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതെന്താ ചുട്ട് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഗോതമ്പ് ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞു കേട്ടോ. ഇതുണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചൂടോടെ ഒരു ചെറുത് ഞാനൊന്ന് കഴിച്ചു നോക്കി. അടിപൊളി രുചിയാണ്. തേങ്ങയും ജീരകം വെളുത്തുള്ളിയൊക്കെ ചേർന്നപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചമ്മന്തി അരക്കണം. ചമ്മന്തി അരച്ചു കടുക് വറുത്തെടുക്കണം കേട്ടോ. അപ്പത്തിനുള്ള ചമ്മന്തി മിക്സിയിൽ അരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് വേണ്ടുന്ന ഉള്ളിയൊക്കെ കഴിഞ്ഞ് മുളകും കറിവേപ്പിലൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ. അപ്പം നമുക്ക് ഗോതമ്പ് ദോശയ്ക്കുള്ള ചമ്മന്തി കൂടി ഉണ്ടാക്കാം കേട്ടോ. കടുക്, ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളക് എടുത്തിടണം ഇനി. അപ്പം നമുക്കിത് ഈ ചമ്മന്തി കൂടെ റെഡിയാക്കി വെക്കാവേ. ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക് എല്ലാം കൂടി നന്നായിട്ട് മൂത്തോട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചമ്മന്തി എടുത്ത് ഒഴിക്കാം.
ഇനി അതെല്ലാം കൂടെ തൂത്ത് കഴുകി ഒഴിക്കണം. ഒരു നുള്ളു മുളക് പൊടിയായിട്ട് ഇട്ടുള്ളൂ. നല്ല എരിവുള്ള മുളകായിരുന്നു, അതുകൊണ്ട് ഞാൻ ശകലം മുളക് പൊടി ഇട്ടിട്ടുള്ളേ. അപ്പോൾ അതെ അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല തിള കയറി വന്ന വഴി നമ്മൾ തീയും കെടുത്തി തിളച്ച് മറിയില്ല എന്നാ പറയണേ തേങ്ങാ ചമ്മന്തി. അപ്പോൾ തീ കൊടുക്കട്ടെ. അടിപൊളി ചമ്മന്തി ഉണ്ടാക്കി, അടിപൊളി ദോശ ഉണ്ടാക്കി. ഇനി അരിമാവ് ഇരിപ്പുണ്ട് കേട്ടോ. വീണ്ടും അരിയും കൂടെ അരച്ച ദോശക്കുള്ള മാവ് ഇരിപ്പുണ്ട്. രാവിലെ ഇഡലി ഉണ്ടാക്കേണ്ട ബാക്കി മാവ് ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ രാവിലത്തെ ഇഡലി ഇരിപ്പുണ്ട് ഉണ്ടോ, അതും ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നാളെ ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഇലക്കറികളും പച്ചക്കറികളും ഇതൊക്കെ ആയിട്ട് കുഞ്ഞു വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഇപ്പോൾ രാത്രിയാണേ, ഗുഡ് നൈറ്റ്.